നാർസിസ്റ്റിന്റെ മുമ്പ് പറഞ്ഞ ട്രാപ്പുകളിൽ നിന്നൊക്കെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് രക്ഷപ്പെട്ടാൽ കഴിഞ്ഞെന്ന് കരുതിയോ? നിങ്ങൾ ആ നരകത്തിൽ നിന്നും മാസങ്ങൾ നീണ്ട കണ്ണീരിൽ നിന്നും കര കയറിയെന്ന് വിശ്വസിച്ചിരിക്കുമ്പോഴായിരിക്കും അപ്രതീക്ഷിതമായി ഫോണിൽ ആ നോട്ടിഫിക്കേഷൻ വരുന്നത്, അല്ലെങ്കിൽ ഒരു മെസ്സേജ്, പാതിരാത്രിയിൽ ഒരു മിസ്ഡ് കോള്, ഒരു വാക്യൂം ക്ലീനർ പൊടി വലിച്ചെടുക്കുന്ന പോലെ ബ്രേക്കപ്പിന്റെ റിക്കവർ ചെയ്ത് നിൽക്കുന്ന നിങ്ങളെ വീണ്ടും ആ പഴയ നരകത്തിലേക്ക് വലിച്ചടിപ്പിക്കുന്ന മാരകതന്ത്രം. അതാണ് ഓറി. അവർ പെട്ടെന്നൊരു പുണ്യാളനാവും, നിങ്ങളുടെ കാല് പിടിക്കും, കരയും, എനിക്ക് തെറ്റുപറ്റി, നീ ഇല്ലാതെ ഞാൻ വെറും ജീവശവമാണ് എന്നൊക്കെ പറഞ്ഞ് അവർ അഭിനയിക്കും. നിങ്ങളൊരു കാലത്ത് കൊതിച്ച പഴയ സ്നേഹം ഒരു വാരിക്കോരി തരും. അവർ മാറിയതല്ല, മാറത്തുമില്ല. അവരിലെ വേട്ടക്കാരൻ കൂടുതൽ തന്ത്രശാലിയാവുകയാണ്. ആ അപ്പോളജിയൊക്കെ വെറും അഭിനയമാണ്. ആ കരച്ചിലും അപ്പോളജിയും കണ്ട് നിങ്ങൾ വീണില്ലെങ്കിൽ അടുത്തത് അവരുടെ ജീവൻ വെച്ചുള്ള ഡ്രാമയാണ്. അയാൾക്ക് അപകടം സംഭവിച്ചു, അയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചു, അയാൾക്ക് മാരകമായ അസുഖമാണ്. ഇത്തരം വാർത്തകൾ അവർ പടച്ചുവിടും, നിങ്ങളിലേക്ക് എത്തിക്കും. നിങ്ങൾക്കുള്ളിലെ മനുഷ്യത്വം അവർക്ക് വേണ്ടി ഓടിച്ചെല്ലുന്നവർക്കറിയാം. നിങ്ങളുടെ ആ എമ്പതി അവരെ വീണ്ടും നിങ്ങളുടെ യജമാനാക്കും. നിങ്ങൾ ഒരുമിച്ച് ചിരിച്ച, സന്തോഷം പങ്കിട്ട നിമിഷങ്ങളിലെ ഫോട്ടോകൾ അവർ നിങ്ങൾക്ക് അയച്ചു തരും. സന്തോഷമുള്ള ഓർമ്മകൾ പങ്കുവെക്കും. നമുക്ക് പഴയതുപോലെ ആയിക്കൂടെ എന്നവർ മയത്തിൽ ചോദിക്കും. ഒരു ഡ്രഗ് അഡിക്റ്റ് ലഹരിക്ക് വേണ്ടി കൊതിക്കുന്ന പോലെ ആ പഴയ നല്ല നിമിഷങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വീണ്ടും ആ നരകത്തിലേക്ക് സ്വയം നടന്നു കയറും. മനോഹരമായ ഓർമ്മകൾ ഒരു കൊലക്കയറാണ്. എന്തുകൊണ്ട് നമ്മൾ വീണ്ടും ഇതിൽ അഡിക്റ്റ് ആവുന്നു? അവർ നിങ്ങളെ അടിമയാക്കുന്നത് ഇന്റർമിറ്റന്റ് റീഇൻഫോഴ്സ്മെന്റ് വഴിയാണ്. 10 ദിവസം ക്രൂരമായി പെരുമാറിയിട്ട് ഒരു ദിവസം ചേർത്ത് കെട്ടിപ്പിടിക്കുന്ന ക്രൂരത. ആ ഒരു തരി സ്നേഹത്തിന് വേണ്ടി നിങ്ങൾ വീണ്ടും വീണ്ടും ക്രൂരത സഹിക്കാൻ തയ്യാറാവുന്നു. നിങ്ങളുടെ ബ്രെയിൻ അവരങ്ങനെയാണ് ഹാക്ക് ചെയ്തിരിക്കുന്നത്. ഹൂറിങ് സ്നേഹമല്ല, ഇറ്റ്സ് ആൻ അൾട്ടിമേറ്റ് ഹണ്ട്. നിങ്ങൾ അവരുടെ നിയന്ത്രണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന അവരുടെ ഈഗോയ്ക്കേറ്റ മുറിവാണ് നിങ്ങളെ തിരികെ വിളിക്കുന്നത്. ഒരിക്കലും പുറത്തു കടന്ന കെണിയിലേക്ക് വീണ്ടും തലവെച്ച് കൊടുക്കരുത്. പക്ഷെ ഇതിൽ നിങ്ങൾ സർവൈവ് ചെയ്തെന്ന് കാണുമ്പോൾ അവരവരുടെ ഏറ്റവും ഭീകരമായ വശം പുറത്തെടുക്കും. ഇതുകൊണ്ടൊന്നും നിങ്ങളെ കീഴടക്കാൻ പറ്റില്ല എന്നറിയുമ്പോൾ നിങ്ങളെ അവർ തകർക്കാൻ ശ്രമിക്കും. നിങ്ങളുടെ പേരും അന്തസ്സും ലോകത്തിന് മുന്നിൽ അവർ പിച്ച് ചെയ്തും. നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ആള് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായി മാറുന്ന സമയം. ദ മോസ്റ്റ് ഡേഞ്ചറസ് മാനിപ്പുലേഷൻ ട്രിക്ക്, സ്മിയർ കാമ്പയിൻ. ഡോണ്ട് മിസ് നെക്സ്റ്റ് എപ്പിസോഡ്. ഇറ്റ്സ് മീ എബി ജോസഫ് എൽഡറാഡോ, signing off.